ഒരിക്കൽ 3 വ്യക്തികൾ അടുത്തടുത്തിരുന്ന് ഒരേ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയെ വന്ന ഒരാൾ അതിലൊരുവനോട് ചോദിച്ചു, ജോർജ് കുട്ടി, താൻ എന്തോ ചെയ്യുകയാ? എന്താ, തന്റെ കണ്ണിൽ കോലാണോ ഇരിക്കുന്നത്? ഞാൻ കരിങ്കല്ല് പൊടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടുകൂടെ? രണ്ടാമനോട് ഈ മനുഷ്യൻ ചോദിച്ചു, തോമാച്ച, നീ എന്ത് ചെയ്യുകയാ? എന്റെ ജീവിതമാർഗം ഇതാണ്. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തു കിട്ടുന്ന കാശുകൊണ്ടാണ് ഞാൻ എന്റെ വീട് പുലർത്തുന്നത്. ഈ മനുഷ്യൻ മൂന്നാമനോടും ഇതേ ചോദ്യം ആവർത്തിച്ചു. മാത്തുക്കുട്ടി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്റെ ദൈവത്തിനു വേണ്ടി ഒരാലയം പണിയുകയാണ്. അതിനാണ് ഈ പാറ പൊട്ടിക്കുന്നത്. ഈ കൊടുംവെയിൽ സഹിച്ച് സന്തോഷത്തോടെ ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. കാരണം ഇതിന്റെ എല്ലാം അവസാനം അതിമനോഹരമായ ഈ ദേവാലയത്തിന്റെ പണി തീരും. ചിന്തിച്ചു നോക്കുക, 3 പേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്. ഒന്നാമൻ പറയുന്നു, കാണാൻ വയ്യേ, ഞാൻ കഷ്ടപ്പെടുകയാ. രണ്ടാമൻ, എനിക്ക് പണമുണ്ടാക്കാനുള്ള പണിയാ. മൂന്നാമൻ, എന്റെ ദൈവത്തിനു വേണ്ടി ഒരാലയം ഞാൻ പണിയുന്നു. അയാൾക്ക് വാശിയില്ല, വൈരാഗ്യമില്ല, സ്വാർത്ഥ താല്പര്യമില്ല. അപ്പോൾ അയാളുടെ വേദന സന്തോഷമായി തീരുന്നു. നാം എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും യേശുവിനെന്നവണ്ണം ചെയ്യുമെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷവും സമാധാനവും തൃപ്തിയും കൈവരിക്കുവാൻ കഴിയും. നിരാശ നമ്മെ വിട്ടകന്നു പോകും.